സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ചേട്ടാ, ചേട്ടന്റെ കണ്ണൊക്കെ ആകെ ചുമന്നിരിക്കുക. ഇന്നലെ രാത്രി മുതൽ കാണാൻ തുടങ്ങിയതല്ലേ? എടാ കിറ്റ്കിറ്റെ, നിനക്കറിയാത്തുള്ള കാര്യല്ലേ, ഈ സീരിയൽ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് റെക്കോർഡിംഗ് ചെയ്ത് എല്ലാ എപ്പിസോഡും ഞാൻ ഒരുമിച്ച് കാണുന്നത് തന്നെ. ഞാൻ ഇത് കാണാൻ തുടങ്ങിട്ടെ 3 വർഷമായി. 3 വർഷമായിരുന്നോ? ഇതിന് കുറച്ച് റെസ്റ്റ് കൊടുത്തുകൂടെ? ഇല്ല ഇല്ല ഇല്ല. കിറ്റ്കിറ്റെ, സീരിയലുള്ള ആൾക്കാർ പോലും എന്റെ അടുത്ത് വേണ്ട എന്നാണ് പറയുന്നത്. അത് ചേട്ടനോട് പറഞ്ഞല്ല ചേട്ടാ, അത് അവരുടെ ഡയലോഗ്സാ. ഇവരുടെ സീരിയലുകളിലെ ഇല്ല ഇല്ല എന്ന വാക്കുകളായിരിക്കും കൂടുതലുള്ളത്. എടാ കിറ്റ്കിറ്റെ, വെറുതെ എന്റെ സീരിയലിനെ കുറ്റം പറയാൻ നിൽക്കണ്ട. തോത്തറാമേ, സുഖമാണോ നിനക്ക്? ഇല്ല കൊച്ചമ്മേ, കൊച്ചമ്മ എന്നെ തെറ്റിദ്ധരിച്ചതാ. ഓഹോ പെങ്ങളെ, ഇവള് പറയുന്നതേ പെങ്ങൾക്ക് വിവരമില്ലെന്നാ. അയ്യോ അമ്മാവ, എന്തിനാ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത്? ചേട്ടന്റെ ഇഷ്ടപ്പെട്ട സീരിയൽ കാണുവാ. എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് കൊണ്ട് അമ്മാവന് എന്ത് ഗുണമാ കിട്ടുന്നത്? പരേന്ദ്ര സിംഗ് എന്നാണ് എന്റെ പേര്. പാരവെപ്പാണ് എന്റെ ജോലി. ചേട്ടാ, ഈ പരേന്ദർ സിംഗ് കുറച്ച് ഓവർ അല്ലേ? അതേടാ, ആ പാവപ്പെട്ട പെൺകുട്ടിയെ അവൻ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ചേട്ടാ, എന്റെ അഭിപ്രായത്തിലേ ഇയാളെ കുറച്ച് നന്നാക്കി എടുക്കേണ്ടി വരും. എടാ കിറ്റ്കിറ്റെ, ഇത് സീരിയലാണ്. അതെ ഭായ്, 3 വർഷം കൊണ്ട് ഞാൻ സീരിയൽ കണ്ടോണ്ടിരിക്കുക. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് വയറിളക്കുള്ള മരുന്ന് വരെ കലക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട മീറ്റിംഗിന് പോകുന്ന സമയത്ത് ഇയാള് കാറ് പഞ്ചറാക്കുകയും ചെയ്യും. തോത്തറാമേ, തിരക്കഥാകൃത്ത് എഴുതി ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്നതാണ് അയാൾ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. സംശയമുണ്ടോ? ചേട്ടാ, എല്ലാവരും ഒരു ടീമാണെന്നാ തോന്നുന്നേ. എല്ലാവരെയും നമ്മളൊരു പാഠം പഠിപ്പിക്കേണ്ടി വരും. എനിക്ക് പരേന്ദ്ര സിംഗിനെ നന്നായിട്ട് അറിയാം. അയാൾ വളരെ മാന്യനാണ്. അയാളുടെ അഭിനയം നീ എന്തിനാണ് യഥാർത്ഥമാണെന്ന് വിചാരിക്കുന്നത്? അയാളുടെ വീട് എവിടെയാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ചേട്ടാ, വീട്ടിലല്ല, ഒരു വലിയ സ്റ്റുഡിയോയിലാണ് ഈ ഷൂട്ടിംഗ് നടക്കുന്നത്. നമ്മുടെ ഗഫൂറക്കയുടെ ബംഗ്ലാവ് ഒരു വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? ഇനി എല്ലാ കാര്യങ്ങളും ആക്ഷനിലൂടെ ആയിരിക്കും. നീ എത്രയും പെട്ടെന്ന് എന്നെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോ. ആ പെങ്കൊച്ചിനെ അയാളടുത്ത് നമുക്ക് രക്ഷിച്ചേ മതിയാകൂ. അവൻ പറന്നുപോയി. ഇതൊന്നും സത്യത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല, ഷൂട്ടിംഗ് ആണെന്ന് അവന് പറഞ്ഞ മനസ്സിലാവുന്നില്ല. സംശയമുണ്ടോ? ഇനി ആ കഴുത ഷൂട്ടിംഗ് കുളവാക്കുവോ? എങ്കിൽ നമ്മൾ അവിടെ ചെന്ന് വേഗം തോത്തറാമിനെ തടയണം. മാത്രമല്ല കൊച്ചലിയ, കഴുതേ ഈ ഞാനാണ്. പക്ഷേ തോത്താറാം പറന്നല്ലേ പോയത്. പിന്നെ എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് അവനെ തടയാൻ കഴിയുക? എന്നാ പിന്നെ നീ ഞങ്ങളെ കൊണ്ട് പറക്ക് പോപ്പട്ടെ. ഡാ, കിറ്റ്കിറ്റിന്റെ നിന്റെ ശരീരം ഒരുപോലെയാണോടാ? സ്വന്തം ശരീരത്തിന്റെ വലിപ്പം നോക്കിയിട്ട് വേണം ഓരോന്ന് ഡിമാൻഡ് ചെയ്യാൻ. സംശയമുണ്ടോ? നീ ഹണി പറയുന്ന കേട്ട് സീരിയസ് ആയല്ലോ പോപ്പട്ടെ. വേടാ, നമുക്ക് സ്കൂട്ടറിൽ പോവാ. ഈ ഷൂട്ടിംഗ് എവിടെ നടക്കുന്നെന്ന് അറിയാവോ? ഞാൻ തോത്താറിന്റെ മണം പിടിച്ച് അങ്ങ് എത്തിക്കൊള്ളാം. എല്ലാരും എന്നോടൊപ്പം വാ. എന്റെ അമ്മയ്ക്ക് ഒട്ടും സുഖമില്ല സാറേ. എന്നാ മോൻ പെട്ടെന്ന് വിട്ടോ. പിന്നെ ഒരു കാര്യം കൂടി, എന്റെ കാർ കൂടെ കൊണ്ടുപോയിക്കോ. ഇന്ന് രാത്രി വരെ എനിക്ക് ഷൂട്ടിംഗ് ഉള്ളതാ. ചേട്ടാ, ദേ നിൽക്കുന്നു, അടിക്ക്. എടാ പരേന്ദ്ര സിംഗ്, ഇനി നിന്റെ കാര്യം പോക്കടാ. ആ മോജിലാൽ എന്നോട് ഒരു ഷോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഷോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഗുണ്ടകളെ അയച്ചതാണോ? ചേട്ടാ, അയാൾ ആ വണ്ടിയുടെ പുറകിലുണ്ട്. കൊള്ളാം ചേട്ടാ, പോസ്റ്റർ പൊളിച്ച് ഹീറോ പുറത്തിറങ്ങി. മര്യാദയ്ക്ക് പുറത്ത് വന്നേക്ക്. ഇന്ന് തന്നെ ഞാൻ അടിച്ച് പറോട്ടയാക്കും. എടാ തോത്താറാമേ, നീ എന്തുവാടായി കാണിക്കുന്നേ? പോലീസ് 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 പോലീസ്. വേണ്ട വേണ്ട സാറ് പോലീസിനെ വിളിക്കണ്ട, ഞങ്ങൾ ഇവനെ കൊണ്ട് പൊയ്ക്കോളാം. നീ എന്തായി ചെയ്യുന്നേ? അവനെ പെൺകൊച്ചിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എടാ തോത്താറാമേ, അതിനയാള് വൃത്തികെട്ടവനാണ്, എനിക്കതറിയാം. നീ തെറ്റിദ്ധരിച്ചതാണ് തോത്താറാമേ. അയാള് മതി. നിങ്ങൾ എന്റെ കൂട്ടുകാരാണോ അയാളുടെ കൂട്ടുകാരാണോ? അയാളെ ഞാൻ വെറുതെ വിടില്ല. അതെന്തായാലും ഞാൻ തീരുമാനിച്ച കാര്യമാണ്. നരേന്ദ്ര സിംഗ് അഭിനയിക്കുകയാണ്. അത് ഈ കഴുത എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ? എനിക്ക് നേരത്തെ മനസ്സിലായതാണ്. ഇനി തോത്താറാമിനെ മനസ്സിലാവേണ്ടത്. ഇവൻ തോത്താറാമിനെ തന്നെയാ കഴുതെന്ന് വിളിച്ചത്.
പക്ഷെ എന്തിനാ തോത്തറാമിനെ വെറുതെ കഴുതെന്ന് വിളിക്കുന്നത്? ഇത് തോത്തറാമിന്റെ തെറ്റല്ലല്ലോ. അവൻ പരേന്ദ്ര സിംഗിനെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെയല്ലേ വിചാരിക്കുള്ളൂ. കൊള്ളാ ഹണി, നല്ല ഐഡിയ തന്നത്. ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഐഡിയ തന്നോ? എന്നിട്ടെന്താ ഞാനത് അറിയാഞ്ഞത് കൊച്ചലിയാ? ഐഡിയ എന്താണെന്ന് പറയൂ ബണി. നമുക്ക് പരേന്ദ്ര സിംഗിനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഇമേജ് നമുക്ക് ചേഞ്ച് ചെയ്യണം. അതിപ്പോ എങ്ങനെയാ? നല്ല ആളെ പോലെ അഭിനയിപ്പിക്കണം. പോപ്പട്ടെ, നാളെ ഒരു ബംഗ്ലാവ് ബുക്ക് ചെയ്യേണ്ടി വരും. നീ കിറ്റ്കിറ്റിനെ അങ്ങോട്ട് കൊണ്ടുപോവാ. ഞാൻ പരേന്ദ്ര സിംഗിന് പുതിയ റോളിന്റെ ഓഫർ കൊടുത്തിട്ട് ഇപ്പൊ വരാം. ഈ നടക്കുന്ന ഒരുക്കങ്ങളൊക്കെ എന്ത്? Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Powerful power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. ഇതിനാണ് ചേട്ടാ. ഇവിടെ ഒരു ഞാനെങ്ങനെയാണ് നിന്റെ ചേട്ടനാവുന്നത്? ഞാൻ നിന്റെ ചേട്ടനാണെങ്കിൽ നീ എന്റെ കൂടെ പിറന്ന അനിയനാണോ? നീ എന്റെ അനിയനാണെന്നുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയും എന്തുകൊണ്ട് അത് പറഞ്ഞില്ല? ആ ഹണിയും ബണിയും പോപ്പട്ടും സോർദാറും ഇവിടെ ഉണ്ടെന്ന് കേട്ടു. ഇവിടെ എന്താ നടക്കുന്നത്? ഞാനിവിടെ മുറുക്കാൻ കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വരുന്നവരെല്ലാം മുറുക്കാൻ വാങ്ങിച്ച് മുറുക്കി തുപ്പിക്കൊണ്ടു പോകും. കണ്ടിട്ടെന്താ മനസ്സിലാവുന്നില്ലേ? ഇവിടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. ഞാൻ ഡയറക്ടറാണ്. സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചോട്ടെ. ഷൂട്ടിങ്ങിനായി പരേന്ദ്ര സിംഗ് ഇപ്പോ ഇങ്ങോട്ടെത്തും. എന്റെ അമ്മോ, പരേന്ദ്ര സിംഗോ? വരൂ, നമ്മുടെ പകുതി പണി കഴിഞ്ഞു. ഇനി ഈ വാർത്ത തോത്തറാമിന്റെ കാതിലെത്തിക്കൊള്ളും. ഇനി നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം. ചേട്ടാ ചേട്ടാ, പരേന്ദ്ര സിംഗിനെ കുറിച്ചുള്ള വിവരം കിട്ടി. ഹണി ബണിയോടൊപ്പം അടുത്തുള്ള ബംഗ്ലാവിൽ ഷൂട്ടിംഗ് നടത്തുവാ. എടാ കിറ്റ്കിറ്റ്, നീ വേഗം എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോ. ഇല്ല ഇല്ല ഇല്ല. മാവിൽ നിന്ന് മാങ്ങ അടർന്ന് വീട്ടിലെത്തി. അത് ജ്യൂസ് അടിച്ചു. എന്നിട്ട് അത് എന്നോട് ആരൊരു വാക്ക് പോലും പറഞ്ഞില്ല. പരേന്ദ്ര സിംഗ്, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. അത് ശരി. അപ്പൊ നീ എന്റെ കൂട്ടുകാരെ വെറുതെ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല അല്ലേ? അതെ ചേട്ടാ, ഹണി എന്നെ സാരി ഉടിപ്പിച്ച് വിഷമിപ്പിക്കുകയാണ്. ഇന്നത്തോടെ ഇവന്റെ കാര്യം പോക്കാം. ബസ്സിനെ മരിപ്പിച്ചുകൊണ്ട് താൻ എങ്ങോട്ടാണ് പോകുന്നത്? എന്റെ അളിയന്റെ വലിയപ്പന്റെ കൊച്ചച്ഛന്റെ വീടൊന്നും അല്ല. ഇവിടെ ഇപ്പോ ഷൂട്ടിംഗ് നടക്കുകയാണ്. പോയി അങ്ങോട്ട് മാറി നിൽക്ക്. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. മോളെ, നമ്മുടെ തോട്ടത്തിൽ പുതിയ മാങ്ങ ഉണ്ടായി. ജ്യൂസ് ഉണ്ടാക്കിയപ്പോ മോളെ ഞാൻ ആദ്യം ഓർമ്മിച്ചത്. കുടിക്കേ. പരേന്ദ്ര സിംഗ് സ്വന്തം പെങ്ങളെക്കാൾ ഇഷ്ടമാണ് നിനക്ക് ഇവളെ. ഇതൊട്ടും ശരിയല്ല. ഇങ്ങനെ ഒരു രംഗം നടക്കുമ്പോ എന്തുകൊണ്ട് ഈ ഭൂമി പിളരുന്നില്ല പിളരുന്നില്ല പിളരുന്നില്ല? അങ്ങനെയൊന്നും പറയില്ലേ ചേച്ചി. മരുമകൾ ഈ വീട്ടിൽ കാലുകുത്തിയ അന്ന് മുതൽ മാവ് നന്നായിട്ട് പൂക്കുന്നുണ്ട്. ഇവൾ നമ്മുടെ വീട്ടിലെ ഐശ്വര്യ വിളക്കാണ്. മുതലാളി പറഞ്ഞത് വളരെ ശരിയാണ്. ഇയാൾ ഇത്ര പെട്ടെന്ന് അങ്ങ് നന്നായി പോയോ? ചേട്ടാ, ചിലപ്പോ ഇയാൾക്ക് ദൈവവിളി ഉണ്ടായി കാണും. അതാ. ഗുഡ് ഗുഡ് ഗുഡ്. വിചാരിച്ച പോലെ കുഴപ്പമുണ്ടായില്ല. ക്യാമറ ഫ്രീക്കാണ്. ഇതെന്തായാലും നല്ലൊരു സീനാണ്. വെരി ഗുഡ്. അടുത്ത സീൻ നോക്കാം. ഇനി ബണിയുടെ എൻട്രി ആണ്. ബണി, നീ പേടിച്ചാ വരുന്നത്. എന്നിട്ട് പറയും, മുതലാളി ഇവിടെ ഒരു കാറ്റിൽപ്പെട്ടെന്റെ വീടിന്റെ മേൽക്കൂര പോയി. ഡയറക്ടർ ബാലു, മുതലാളിയുടെ പണിക്കാരൻ എങ്ങനെയാണ് ഇവിടെ വരുമെന്ന് പറയുക. ഭാവന മനസ്സിലാക്ക്. അതിന്റെ പോയിന്റ് എടുക്കണ്ട. ഇവിടെ വരൂ എന്ന് ഞാൻ പറയാം. ബണി അതിനുശേഷമുള്ള ലൈനുകൾ പറഞ്ഞോട്ടെ. ബണി, ആക്ഷൻ. മുതലാളി, കാട്ടിലെന്റെ വീടിന്റെ മേൽക്കൂര താഴെ വീണു. അയ്യോ, എന്നിട്ടെന്താ കൊച്ചലിയെ പറയാണ്ടിരുന്നത്? ഇനി നമ്മൾ എവിടെയാ താമസിക്കുക? കൊച്ചമ്മ, എന്റെ അതായത് മാധവ് സിംഗിന്റെ മേൽക്കൂരയാ. ഞാൻ പാവപ്പെട്ട തോട്ടക്കാരനാ. കൊച്ചമ്മ ഇവിടുത്തെ കൊച്ചമ്മയാണ്. എന്റെ ഭായ്, നീ ആരോടായി സഹായം ചോദിക്കുന്നത്? അറുത്ത കൈക്ക് ഉപ്പ് തയ്ക്കാത്ത ആളാ. പിന്നെ എങ്ങനെ ഇതൊക്കെ ചെയ്യും? മാധവ് സിംഗ് ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ്. ഇവനൊരു പുതിയ വീടുണ്ടാക്കി കൊടുക്ക. ശരി മുതലാളി. അതായത് മാധവ് സിംഗിന്റെ മേൽക്കൂരയാ. ഞാൻ പാവപ്പെട്ട തോട്ടക്കാരനാ. ഗുഡ് ഗുഡ് ഗുഡ്, വെരി ഗുഡ്. എന്റെ ഭായ്, നാട്ടിലുള്ളവരൊക്കെ ഇയാളെ ബഹുമാനിക്കുന്നല്ലേ പറയുന്നത്. ഈ പരേന്ദ്ര സിംഗ് ആകെ ചേഞ്ച് ആയോ? ഇല്ല ചേട്ടാ, പഴയതുപോലെ തന്നെയാ. അയാളുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇള നന്നായി എന്നാണ്. പോപ്പട്ട്, എൻട്രി ആവ്. ആക്ഷൻ. മുതലാളി, മുതലാളി ഓർഡർ ചെയ്തതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സംശയമുണ്ടോ? ചേച്ചി, ഞാൻ ഈ സ്വർണ്ണാഭരണങ്ങളും മാലയും വാങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ലതാണ്. പക്ഷെ ഇത് നീ അണിഞ്ഞു കഴിഞ്ഞാൽ അത്ര ഭംഗിയുണ്ടാവുന്ന തോന്നുന്നില്ല എനിക്ക്. ഇത് നമ്മുടെ മരുമോൾക്ക് വേണ്ടിയാണ്. എന്താ എന്താ എന്താ? ഇതെല്ലാം മരുമോൾക്ക് വേണ്ടിയുള്ളതാണ്. സംശയമുണ്ടോ? താങ്ക് യു അമ്മാവാ. താങ്ക് യു പറയേണ്ട ഒരു കാര്യമില്ല. നീ എന്റെ മരുമകളല്ല, മകളാണ്. മാത്രവുമല്ല, ഈ വീടിന്റെ വലിയൊരു വിളക്കാണ് നീ. എന്റെ ഭായ്, നിങ്ങൾ വലിയൊരു മനുഷ്യനാണ്. ഞാൻ നിങ്ങളെ തല്ലിയിരുന്നെങ്കിൽ എനിക്ക് വല്ലാത്ത സങ്കടമായേനെ. പക്ഷേ ഞാൻ തല്ലിയിരുന്നെങ്കിൽ എനിക്ക് സങ്കടമാവില്ലായിരുന്നു. എന്റെ ഒരു ഷോട്ട് വെറുതെ കളഞ്ഞു. സോറി ചേട്ടനോട്. സോറി ചേട്ടാ.
മനസ്സിലാക്കാൻ വൈകിപ്പോയി. നിങ്ങൾ നിങ്ങളുടെ വേലക്കാരന് വരെ വീടുണ്ടാക്കി കൊടുക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് കാശുണ്ട്. എന്നെയും നിങ്ങളുടെ വേലക്കാരനാക്കി കൂടെ. അല്ലല്ല, ഇതൊന്നും സത്യമല്ല. ഞാൻ വെറുതെ അഭിനയിക്കായിരുന്നു. ചേട്ടാ, അഭിനയിച്ച് നമ്മളെ പറ്റിക്കായിരുന്നു. തല്ലിക്കോ. എവിടെ? ഇദ്ദേഹം ഇതിൽ നല്ലവനായിട്ട് അഭിനയിച്ചത് പോലെ മറ്റേ സീരിയലിൽ വില്ലനായിട്ട് അഭിനയിക്കുകയായിരുന്നു. ഇത് ആക്ടിംഗ് ആണ്, ആക്ടിംഗ്. ഇയാള് നല്ലയാളാണോ അതോ ചീത്തയാളാണോ? നല്ല ആളാണ്. ഹണി അമ്മയുടെ റോൾ ചെയ്യാണ്. ഞാൻ ജോലിക്കാരൻ, ബണി തോട്ടക്കാരൻ, പിന്നെ പോപ്പട്ട സെക്രട്ടറിയാണ്. അതുപോലെ ഇദ്ദേഹം പല വേഷങ്ങളും ചെയ്യാറുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ജോലിയാണ്. അത് ശരി. അപ്പൊ ഇയാൾ മരുമകളുടെ ശത്രുവൊന്നും അല്ല അല്ലേ? ഒരിക്കലും അല്ല. ഇദ്ദേഹം എന്റെ കൂട്ടുകാരനാണ്. ഞങ്ങൾ ഒരുമിച്ചാ 5 ഷോകളും ചെയ്യുന്നത്. ചേട്ടാ, അപ്പൊ നമ്മൾ തന്നെയാണ് തെറ്റിദ്ധരിച്ചത്. ഈ സീരിയല് നമ്മളെ ആകെ വട്ടാക്കി കളഞ്ഞല്ലോ ചേട്ടാ. അതേടാ, ഇവർ പറഞ്ഞത് ശരിയാ. ഇതെല്ലാം തന്നെ വെറും ആക്ടിംഗ് മാത്രമാണ്. പരേന്ദ്ര സിംഗ് ശരിക്കൊരു വില്ലനെ അല്ല. പക്ഷെ ഇന്നത്തെ എന്റെ മണ്ടത്തരം കാരണം ഒരു നല്ല കാര്യം കൂടി നടന്നു. ഞാൻ ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട സീരിയലിലെ ക്യാരക്ടറിനെ കണ്ടുമുട്ടി. അത് കൊള്ളാം. ചേട്ടൻ എപ്പോഴും ഇവരെ ടിവിയിലാ കാണുന്നത്. ആദ്യമായിട്ടാ നേരിട്ട് കാണുന്നത്. എനിക്ക് നിങ്ങളെ കണ്ടപ്പോ വലിയ സന്തോഷമായി തോത്താറാം. ഡിന്നറിനായി ഇടയ്ക്ക് വീട്ടിലേക്ക് വരണം. എന്നാ പോവാം. ഇപ്പോഴല്ല, അവര് പറഞ്ഞത് എപ്പോഴെങ്കിലും ചെല്ലാനാ. എപ്പോഴെങ്കിലും. സംശയമുണ്ടോ? ചേട്ടന് ഭയങ്കര ബുദ്ധിയാ. പക്ഷേ ഈ മരുമകളെ കാണുമ്പോ ഉണ്ടല്ലോ, ചേട്ടൻ എല്ലാ കാര്യങ്ങളും അങ്ങ് മറന്നുപോകും.